കാലാനുസൃതമായ ചര്യകൾ അനുഷ്ഠിക്കുന്നവർ കരുത്തുള്ളവരും നല്ല ദീർഘായുസ്സുള്ളവരുമായിരിക്കും. ഒരു ചെടി കരുത്തോടെ വളർന്ന് ഫലങ്ങൾ തന്ന് അവസാനം അത് നശിച്ചു പോകുന്നത് പോലെ തന്നെയാണ് മനുഷ്യ ശരീരം. ഒരു നിലം ഉഴുത് പാകപ്പെടുത്തി അതിൽ വിത്തിടുന്നതും അല്ലാതെ വിത്തിടുന്നതും ആ ചെടിയുടെ വളർച്ചയെ കാര്യമായി ബാധിക്കും. ഇതുപോലെ തന്നെയാണ് ഒരു കളരി ഒഴിച്ചിലിന് വിധേയമാകുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഘടന. ഓരോ ഋതുക്കളിലും ശരീര ശുദ്ധി വരുത്തി ആരോഗ്യം നിലനിർത്താനുള്ള ചികിത്സകൾ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഏപ്രിൽ മെയ് മാസങ്ങളിലെ സൂര്യൻ്റെ കഠിനമായ ചൂടിന് ശേഷം വർഷക്കാലത്തിലേക്ക് കടക്കുമ്പോൾ ശരീരത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ഏറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ കർക്കിടക ചികിത്സകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഈ സമയത്ത് ചെയ്യുന്ന ചികിത്സകളെ വർഷകാല കർക്കിടക ചികിത്സകൾ എന്ന് പറയും. വാദം കോപിക്കുന്ന സമയമാണ് വർഷകാലം എന്ന് പറയാം. അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾക്കും കാരണമാവുന്നു. ശരിയായ വൈദഗ്ധ്യം ലഭിച്ചിട്ടുള്ള ഒരു വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ ഇത്തരം ചികിത്സകൾ ചെയ്യുന്നത് അത്യുത്തമം. അനുയോജ്യമായ തൈലങ്ങളും നാഡികളെ ബലപ്പെടുത്തുന്ന നാഡീ കഷായങ്ങളും സൂപ്പുകളും ശരീരഘടനയ്ക്കനുസരിച്ച് ഇവിടെ നൽകി വരുന്നു. അതുപോലെ മർമ്മസ്ഥാനങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ടും ശരീരത്തിലെ ആധാരചക്രകളെ ഉണർത്തിക്കൊണ്ടും നാഡികളെ ബലപ്പെടുത്തിക്കൊണ്ടും ചെയ്യുന്ന കളരി ചികിത്സ ഈ സമയത്ത് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും അത്യുത്തമം. ശരീരത്തിലെ എല്ലാ ബ്ലോക്കുകളെയും മാറ്റിക്കളഞ്ഞ് ഈസി ആയിട്ടുള്ള പ്രാണസഞ്ചാരവും രക്തഓട്ടവും വരുത്തി അടുത്ത ഒരു വർഷക്കാലത്തേക്ക് ശരീരത്തെ കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർക്കിടക ചികിത്സ നിങ്ങൾ വളരെയേറെ സഹായിക്കും.